പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സയന്റിസ്റ്റാണ് മൈക്കൽ ഫാരഡേ. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇദ്ദേഹമാണ് ഡൈനാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒത്തിരി കറണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇതൊരു ബഹുമുഖ പ്രതിഭയാണ്. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് ഇലക്ട്രോളിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില പ്രാഥമിക കാര്യങ്ങൾ നമുക്ക് കാണണം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ലോസ് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് തന്നെയാണ് ഇലക്ട്രോകെമിക്കൽ സെൽ. ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്ന പേരാണ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും എന്താണ് അതിന്റെ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് വ്യത്യാസം നമ്മൾ നോക്കാം. ഇവിടെ പറയാണ്, ഇലക്ട്രോലിറ്റിക് സെൽ ഡിഫർ ഫ്രം ഗാൽവാനിക് സെൽ ഇൻ ദാറ്റ് ഓഫ് ആനോഡ്. ആനോഡ് ഇസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ബൈ ദ കാഥോഡ് ഇസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. എന്താണ് ഇലക്ട്രോകെമിക്കൽ സെല്ല്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സെല്ലാണ് ഇലക്ട്രോകെമിക്കൽ സെല്ല്. എന്താണ് ഇലക്ട്രോലിറ്റിക് സെല്ല്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് ഇലക്ട്രോലിറ്റിക് സെല്ല്. ഇത് രണ്ടും നമുക്ക് മെയിൻ ഡിഫറൻസ് ഓർത്തിരിക്കുക. പിന്നെ പല കുട്ടികളും സംശയം ചോദിക്കുന്നതാണ്, ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിനകത്ത് ആനോഡ് നെഗറ്റീവാണ്, എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ല് പറയുമ്പോൾ ആനോഡ് പോസിറ്റീവ് ആണെന്ന് പറയുന്നു. അന്നേരം ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാം. എന്നിട്ട് നമ്മളിവിടെ പറയുകയാണ്, Electrolytic cell differ from galvanic cell in that the anode is the positive electrode while the cathode is the negative electrode. ഈ പോയിന്റ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ആനോഡ് നെഗറ്റീവ് ആണ്, ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് ആനോഡ് പോസിറ്റീവ് ആണ്. അന്നേരം ഗാൽവാനിക് സെൽ ഏത് സെല്ലാണ്? ഇലക്ട്രോകെമിക്കൽ സെല്ല്. ഓർത്തിരിക്കുക. ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. നമുക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. എന്താണ് ഇലക്ട്രോളിസിസ്? നമ്മൾ പറയാണ്, ഇലക്ട്രോളിസിസിനകത്ത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി. അത് തന്നെയാണ് നമ്മൾ എന്തിനകത്ത് കണ്ടത്? ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത്. ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് പറയുകയാണ്, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി. This is the reverse of the process that occurs in a galvanic cell, where spontaneous reactions are a source of electrical energy. ഇലക്ട്രോളിസിന് നമുക്ക് മനസ്സിലായി, ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് നടക്കുന്നതാണ് ഇലക്ട്രോളിസിസ്. അവിടെ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി. അതാണ് ഇലക്ട്രോളിസിസ്. ഇനി എന്താണ്? ഇൻഡസ്ട്രിയൽ ആയിട്ട് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇലക്ട്രോളിസിസിനുണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങും, രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രോ റിഫൈനിങ്ങും, ആസ് വെൽ ആസ് ദ റീചാർജിങ് സെക്കൻഡറി സെൽസും. ഇതെല്ലാം ഇലക്ട്രോളിസിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോപ്ലേറ്റിങ്, ഇലക്ട്രോ റിഫൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ പറയാണ്, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആർ ഫോഴ്സ്ഡ് ടു ഒക്കർ ഇൻ ഇലക്ട്രോലിറ്റിക് സെൽ ബൈ പാസിംഗ് ആൻ ഇലക്ട്രിക് കറന്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. ഇത് ഓർത്തിരിക്കുക. നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് ഒരു എക്സ്റ്റേണൽ സോഴ്സിലൂടെ കറണ്ട് പാസ് ചെയ്ത് അവിടെ റിയാക്ഷൻസ് നടത്തിയാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നതാണ് ഇലക്ട്രോളിസിസിനകത്ത് പറയുന്നത്. ആ എക്സ്റ്റേണൽ സോഴ്സ് ഒരു കറണ്ട് സോഴ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് പറയുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രോ റിഫൈനിങ് പറയാം. ഇലക്ട്രോ റിഫൈനിങ് ഇപ്പൊ നല്ല പ്യൂരിറ്റിയുള്ള കോപ്പർ നിർമ്മിക്കണം. അന്നേരം പറയുകയാണ്, metals can be purified by electrolysis. The impure metal is used as anode and oxidized. നമ്മളിവിടെ ഈ പ്യുവർ കോപ്പർ നിർമ്മിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇംപ്യുവർ മെറ്റലിനെ നമുക്ക് ആനോഡായിട്ടും, അതായത് ഇംപ്യുവർ കോപ്പറിനെ ആനോഡായിട്ടും കാനോഡ് ഇലക്ട്രോഡായിട്ട് നമ്മൾ വെക്കുക. മെറ്റൽസ് that are stronger reductance will also be discharged at the electrode surface. നമുക്ക് ഇലക്ട്രോ റിഫൈനിങ്ങിനെ പറ്റി നമ്മളൊന്ന് പഠിക്കുകയാണ്. ഇലക്ട്രോ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ നല്ല പ്യൂരിറ്റി ഉള്ള മെറ്റൽസ് നിർമ്മിക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോ റിഫൈനിങ് എന്ന് പറയുന്നത്. ഇതിന് സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻസ് ഒക്കെ വേണം. എന്നാൽ അത് ചില മെറ്റൽസിനൊന്നും ലഭ്യമാകത്തില്ല. അന്നേരമാണ് ഇലക്ട്രോളിസിന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ലാർജ് സ്കെയിലായിട്ട്
ഇതിന്റെ നിർമ്മാണത്തിന് നമുക്ക് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ കോപ്പർ, സിൽവർ, സോഡിയം, അങ്ങനെയുള്ള അലൂമിനിയം, അങ്ങനെയുള്ള മെറ്റൽസിന്റെയൊക്കെ പ്യൂരിഫിക്കേഷനും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണാൻ പോകുന്നത് കോപ്പർ എങ്ങനെയാണ് നല്ല പ്യുവർ കോപ്പർ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോളിറ്റിക് സെല്ലിനകത്ത് ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കറണ്ട് കടത്തി വിടുമ്പോൾ ഇംപ്യൂർ കോപ്പർ ആണ് ആനോഡായിട്ട് എടുത്തിരിക്കുന്നത്. ആനോഡായിട്ട് ഇംപ്യൂർ കോപ്പർ. ഏത് കോപ്പറാണോ ശുദ്ധീകരിക്കേണ്ടത് അതിന് എന്തായിട്ട് എടുത്തിരിക്കുന്നു? ആനോഡായിട്ട് എടുത്തിരിക്കുന്നു. ഇനി ഒരു പ്യുവർ കോപ്പറിന്റെ ഒരു ഇതുണ്ട്, അത് ഇലക്ട്രോഡായിട്ട് എടുത്തിരിക്കുന്നു. ഇലക്ട്രോഡായിട്ട് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇംപ്യൂർ കോപ്പർ ഈസ് കൺവേർട്ടഡ് ടു കോപ്പർ ഓഫ് ഹൈ പ്യൂരിറ്റി ആണ് അവിടുത്തെ ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആനോഡിനകത്ത് കോപ്പർ സോളിഡ് ആണ്. ആനോഡിനകത്ത് കറണ്ട് കടത്തി വിടുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? അതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. Cu2 പ്ലസ് 2 ഇലക്ട്രോൺ, അതായത് അതിൽ നിന്ന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. ഓക്സിഡേഷൻ ഇതായിട്ട് എന്താ ഉണ്ടാകുന്നത്? വാട്ട് ഇസ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ലോസിങ് ഇലക്ട്രോൺസ്. അന്നേരം അവിടെ പറയാണ് ആനോഡിനകത്ത് കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിച്ച് Cu2+ ആയി മാറി. ഈ Cu2+ കാഥോഡിൽ ചെല്ലുന്നു. കാഥോഡിലെ എന്താണ് ചാർജ്? കാഥോഡിൽ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. കാഥോഡിൽ ചെന്ന് Cu2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പറായി മാറുന്നു. റിഡക്ഷൻ സംഭവിക്കുന്നു. കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ച് അത് കോപ്പറായി മാറുന്നു. ആ കോപ്പറാണ് പ്യുവർ കോപ്പറാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ എന്താണ് ഈ ആനോഡിന് സംഭവിച്ചതെന്ന് നോക്കിക്കുകയും, ആനോഡ് എല്ലാം ഓക്സിഡേഷൻ സംഭവിച്ച് അതിൽ നിന്ന് കോപ്പർ 2+ എല്ലാം ഇളകി എങ്ങോട്ട് പോയി? നമ്മുടെ കാഥോഡിലോട്ട് പോയി. കാഥോഡ് എന്നാലും അതനുസരിച്ച് അതിന്റെ ഏരിയ കൂടുന്നു. അന്നേരം അവിടെ എന്താണ് കാണുന്നത്? പ്യുവർ കോപ്പർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് നല്ല പ്യൂരിറ്റി ഉള്ള കോപ്പർ കാഥോഡിൽ കിട്ടുന്നു. മനസ്സിലായല്ലോ? അന്നേരം നമ്മള് ഇതാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോ റിഫൈനിങ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. ഇതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസിന്റെ എല്ലാ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇംപ്യുവർ വസ്തുവിനെ എന്തായിട്ട് മാറ്റുന്നു? ആനോഡായിട്ട് മാറ്റുന്നു. ഏത് വസ്തുവാണ് പ്യുവർ ആയിട്ട് വരേണ്ടത് അതിനെ കാഥോഡായിട്ട് മാറ്റുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇലക്ട്രോളിസിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ലാർജ് സ്കെയിലില് കോപ്പറൊക്കെ നിർമ്മിക്കുന്നതിനാണ് ഈ പ്രോസസ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഫിഗറിൽ കാണാം. ഇംപ്യുവർ കോപ്പർ ആനോഡ്, പ്യുവർ കോപ്പർ കാഥോഡ് റിയാക്ഷൻസ് നടക്കുന്നു. എന്നിട്ട് നമ്മൾ പ്യുവർ കോപ്പർ കാഥോഡ് ആയിട്ട് കിട്ടുന്നു. ഓർത്തിരിക്കുക. അതുപോലെ റിഫൈനിങ് ഓഫ് മെറ്റൽസ്, അലൂമിനിയം നമുക്ക് ഇലക്ട്രോളിസിസ് മുഖാന്തരം ലാർജ് സ്കെയിലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അലൂമിനിയം നമുക്ക് ഈ സെക്കൻഡ് ഇയറിൽ തന്നെ നമുക്ക് പഠിക്കാനുമുണ്ട്. മെറ്റലർജിക്കകത്ത് അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ഉണ്ട്. ഹാൾ ഹെറോൾട്ട് പ്രോസസ് എന്നാണ് പറയുന്നത്. ഹാൾ ഹെറോൾട്ട് പ്രോസസ്. ഇവിടെ നമുക്ക് പ്യുവർ അലൂമിനിയം ഇലക്ട്രോളിസിസ് മുഖാന്തരം നമുക്ക് കിട്ടും. ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന ഹാൾ ഹെറോൾട്ട് പ്രോസസ്. ആനോഡ് റിയാക്ഷൻ പറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. കാഥോഡ് റിയാക്ഷൻ അലൂമിനിയം 3+, കാഥോഡിൽ ചെന്നിട്ട് 3 ഇലക്ട്രോൺ സ്വീകരിച്ച് അലൂമിനിയമായി മാറുന്നു. ദെൻ അതിന്റെ റിയാക്ഷൻസ് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു. ഇവിടെ കാഥോഡിലാണ് അലൂമിനിയം 3+ എന്ന് ഇലക്ട്രോൺ സ്വീകരിച്ച് പ്യുവർ അലൂമിനിയമായി മാറുന്നത്. ഓർത്തിരിക്കുക. വേറൊരു എക്സാമ്പിൾ ആണ് സോഡിയം ഫ്രം മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഇത് ഡോൺസ് സെല്ലിൽ വെച്ചാണ് നടത്തുന്നത്. ഇതും ഇലക്ട്രോളിസിന് ഒരു എക്സാമ്പിൾ ആണ്. ലാർജ് സ്കെയിലിൽ സോഡിയം ഒക്കെ നിർമ്മിക്കുന്നതിന് നമുക്ക് ഇങ്ങനത്തെ പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. സോഡിയത്തിന്റെ ഇത് പറയുകയാണ്. ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ടോട്ടൽ ഓവറോൾ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. സോഡിയം ക്ലോറിനുമായിട്ട് സോഡിയം ക്ലോറിനും കൂടെ റിയാക്ഷൻ നടത്തി സോഡിയം പ്ലസ് Cl2 ഗ്യാസായി മാറുന്നു എന്നുള്ളൊരു ഓവറോൾ റിയാക്ഷനാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഇത് ഓർത്തിരുന്നാൽ മതി. സോഡിയം ഒക്കെ ഇലക്ട്രോളിസിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോഡിയം റിഫൈനിങ് ഓഫ് സോഡിയം മെറ്റൽ. അടുത്ത ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. In this application, the cathode is coated with a thin layer of metal.
from a solution containing ions of the metals. ഇലക്ട്രോപ്ലേറ്റിങ്ങിനകത്തെ കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ കാഥോഡ് is coated with a thin layer of metal from a solution containing ions of the metal. Okay. ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ ഒരു ഫിഗർ ആണ് കാണുന്നത്. നമുക്കൊരു സ്പൂൺ, അത് സിൽവർ സ്പൂൺ ആക്കണം. എന്നിട്ട് സിൽവറിന്റെ ഇലക്ട്രോളിസിസ് നടത്തി സിൽവർ മെറ്റൽ ഈ സ്പൂണില് മുകളിൽ കൂടെ അത് കോട്ട് ചെയ്ത് അതിനെ സിൽവർ സ്പൂണാക്കി മാറ്റുന്നു. അതാണ് ഇവിടെ അപ്ലൈഡ് ഇലക്ട്രോളിസിസ്. മൈക്കൽ ഫാരഡേ വാസ് എ 19th century ഇംഗ്ലീഷ് കെമിസ്റ്റ്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ ഫീൽഡിലും അതുപോലെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ. ഫിസിക്സുകാർ പറയും ഫിസിക്സുകാരുടെയാണ്, കെമിസ്ട്രിക്കാർ പറയും കെമിസ്ട്രിക്കാരുടെ സ്വന്തമാണെന്നൊക്കെ. അദ്ദേഹത്തെ നമുക്ക് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ലോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ആദ്യം ചിന്തിച്ചത് ഒരു ഇലക്ട്രോളിസിസ് നടത്തുന്ന ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ പറ്റിയൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, how can I determine how much metal is being plated? How long should I leave the object being plated in the electroplating cell? What size electric current should be used? ഇതൊക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ് ഒക്കെ നടത്താൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇതിന്റെ ഇങ്ങനെയുള്ള ചിന്തയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് സംജാതമായത്. നമുക്ക് എന്താണെന്ന് നോക്കാം. Faraday's first law of electrolysis. The mass of a substance deposited or liberated at any electrode is directly proportional to the amount of charge passed. നമ്മൾ നേരത്തെ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, കാഥോഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു. അന്നേരം mass of copper deposited or liberated at any electrode is directly proportional to the amount of charge passed. അതാണ് ഇവിടെ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ് എന്നുള്ളതാണ് അവിടെ വ്യക്തമായിരിക്കുന്നത്. സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഓൺ പാസിംഗ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ചാർജ് is directly proportional to its chemical equivalent weight. കെമിക്കൽ ഇക്വലന്റ് വെയിറ്റിന് ആനുപാതികമായിരിക്കും മാസ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കെമിക്കൽ ഇക്വലന്റ് വെയിറ്റിന് ആനുപാതികമായിരിക്കും. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫാരഡേസ് ഫസ്റ്റ് ലോ നോക്കാം. The mass of metal produced at the cathode is directly proportional to the quantity of electricity passed through the cell. Mass is directly proportional to Q. എന്താണ് Q? Q എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. ഇത് എഴുതിയെടുക്കണം. The mass of metal produced at the cathode is directly proportional to the quantity of the electricity. Then quantity of electricity, അതായത് ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് കൂളോംസിലാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബ് ആണ്. ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. ഇലക്ട്രിക് ചാർജ് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് Q ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി. കറണ്ടിന് നമ്മൾ I എന്ന് പറയും, ടി ടൈം ആണ്. ഇൻ സെക്കൻഡിലാണ്, കറണ്ട് ആംബിയേഴ്സ് ഇതാണ് വന്നിരിക്കുന്നത്. ചാർജ് പറയുകയാണ്, ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ഉണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഫാരഡേസ് സെക്കൻഡ് ലോ എന്താണെന്ന് മനസ്സിലാക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയിറ്റ് ഓഫ് ദ ഡിഫറെന്റ് സബ്സ്റ്റൻസ് produced by the same quantity of the electricity is proportional to the equivalent of the substance. If W1 and ഒന്നിൽ കൂടുതൽ മെറ്റൽസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ചാർജ് മാസ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. If W1 and W2 are the weight of the two elements deposited by passing a certain quantity of electricity
through their salt solution. രണ്ട് വസ്തുക്കളുടെ രണ്ടെണ്ണം W1 W2 ഉള്ളതിന്റെ വെയിറ്റ് ഉള്ള വസ്തുവിന്റെ ഡിപ്പോസിറ്റ് ബൈ പാസിംഗ് എ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിന് ഇക്വലന്റ് വെയിറ്റിന് ആനുപാതികമായിരിക്കും. ഇക്വലന്റ് വെയിറ്റിന്. നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ഡിപ്പോസിറ്റ് ചെയ്യാണ്. When the same quantity of electricity is passed through different electrolytes, the masses of different ions liberated at the electrodes are directly proportional to their chemical equivalent weight. Directly proportional to their equivalent weight. Okay, equivalent weight. അത് ഇക്വേഷൻ ആക്കി പറയുമ്പോൾ W1 by W2 that is equal to E1 by E2. W1 എന്ന് പറഞ്ഞാൽ weight of the substance 1, W2 എന്ന് പറഞ്ഞാൽ weight of the substance 2. E1 ഉം E2 ഉം equivalent weight ആണ്. നമുക്കിനി W1 നമുക്ക് വേണമെങ്കിൽ ZIT എന്ന് കൊടുക്കാം. Z എന്ന് പറഞ്ഞാൽ chemical equivalence. Z എന്ന് പറഞ്ഞാൽ chemical equivalence ആണ്. W1 Z1 IT, W2 Z2 IT. അന്നേരം that is equal to E1 by E2. നമുക്കത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് Z1 by Z2 that is equal to E1 by E2. Chemical equivalence of substance 1 divided by chemical equivalence of substance 2 that is equal to equivalent weight of substance 1 divided by equivalent weight of substance 2. Z1 by Z2 that is equal to E1 by E2. അത് എവിടെ നിന്നാണ്, ഏത് ഇക്വേഷനിലാണ് വന്നിരിക്കുന്നത്? W1 by W2 that is equal to E1 by E2. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താണെന്ന് ക്ലിയർ ആയിക്കോളും. വൺ ഫാരഡേ എന്ന് പറയുന്നത് 96500 കൂളോമിന് തുല്യമാണ്. 96500 കൂളോം. In order to produce 1 mole of metal, 1, 2 or 3 moles of electrons must be consumed. Faraday found that there was a certain charge associated with the 1 mole of electron. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 Faraday that is equal to 96500 coulomb. നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് കിടക്കുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് മെറ്റൽ അയോൺസ് ഇൻറ്റു ചാർജ് ഇൻറ്റു 1 Faraday. Q that is equal to NZF and Q that is equal to IT. IT നമുക്ക് പറയാൻ സാധിക്കും IT that is equal to NZF. ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ്. അത് നമുക്ക് എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലത്തിൽ നോക്കാം. Okay. What mass of copper will be deposited at cathode if a current of 0.22 ampere flows through the cell containing copper sulfate for 1.5 hours? And solution നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് അനുസരിച്ച് അതിന്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് അറ്റ് കാഥോഡ്. അതിനുവേണ്ടി നമ്മളിവിടെ നോക്കുകയാണ്. കറണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.22 ആംപിയർ. ടൈം 1.5 hours ആണ്. നമ്മൾ അതിനെ സെക്കൻഡിലോട്ട് ആക്കുമ്പോൾ 1.5 × 60 × 60 that is equal to 5400 സെക്കൻഡ്. മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് നോക്കിയേ. മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ദ എമൗണ്ട് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ ദ സെൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ അനുസരിച്ച് Q that is equal to I into T. I 0.22, ടൈം നമ്മൾ 5400 സെക്കൻഡ്. നമുക്ക് അതിന്റെ ആൻസർ കിട്ടി 1200 കൂളോം. മാസ് that is equal to ZI into T. Z എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വലൻസ് ആണ്. കെമിക്കൽ ഇക്വലൻസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. Z that is equal to E by 96500. അതായത് ഏത് മെറ്റലാണോ ആ മെറ്റലിന്റെ ഇക്വലന്റ് വെയിറ്റിനെ
1 ഫാരഡേ ചാർജ് വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസഡ് കിട്ടും. കെമിക്കൽ ഇക്വലൻസ് ഇസഡ് കിട്ടും. അതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 9650 I into T. Equivalent weight of copper ആണ് 31.75. Equivalent weight of copper 31.75. Then mass, that is equal to equivalent weight of copper 31.75 divided by 96500 into charge. Charge എത്രയാണ്? 1200. That is equal to 0.39 gram copper എവിടെ ഡിപ്പോസിറ്റ് ചെയ്യും? കാഥോഡിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത് സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയുടെയൊക്കെ കോമ്പിനേഷൻ ആണ് ഇതെല്ലാം. ഇത് ആ ഇക്വേഷൻസ് വെച്ച് നമുക്ക് പല പല പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ പല പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നമ്മൾ ഇലക്ട്രോളിസിസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. സോഡിയം ക്ലോറൈഡ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനകത്തോട്ട് കറണ്ട് കടത്തിവിട്ടു. കറണ്ട് വിടുമ്പോൾ അവിടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനകത്ത് കറണ്ട് കടത്തിവിടുമ്പോൾ കാഥോഡിൽ വന്ന് സോഡിയം ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ആയി മാറുന്നു. കാഥോഡിൽ സോഡിയം മെറ്റൽ ഉണ്ടാകുന്നു. ഓർത്തിരിക്കുക, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇതിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കാഥോഡിൽ സോഡിയം മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ക്ലോറിൻ ഗ്യാസ് ആനോഡിലും വന്നു ചേരുന്നു. നമ്മൾ പഠിച്ചായിരുന്നു ഇലക്ട്രോളിറ്റിക് സെല്ലിനകത്ത് കാഥോഡ് ഏതാണ്? കാഥോഡ് നെഗറ്റീവ് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മെറ്റൽ അയൺസ് വന്നിട്ട് റിഡക്ഷൻ നടക്കുന്നു. ഇനി സെയിം സോഡിയം ക്ലോറൈഡ്, പക്ഷെ ആ സോഡിയം ക്ലോറൈഡിന് ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു അക്വസ് സോഡിയം ക്ലോറൈഡ്. എന്താ അക്വസ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ സോഡിയം ക്ലോറൈഡിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അത് അക്വസ് സോഡിയം ക്ലോറൈഡായി. സോഡിയം ക്ലോറൈഡ് എന്നിട്ട് അവിടെ എന്തൊക്കെയായിരിക്കും? അവിടുത്തെ അയോൺസ് Na+, Cl-, H+, OH-, അങ്ങനെ പലതരത്തിലുള്ള അയോൺസ് അക്വസ് സോഡിയം ക്ലോറൈഡിനകത്ത് ഉണ്ടെന്ന് ഓർക്കുക. നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എടുത്തപ്പോൾ അവിടെ Na+, Cl- മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വെള്ളത്തിന്റെ അയോൺസ് ആയ H+, OH-, Na+, Cl-, അങ്ങനെ പലതരത്തിലുള്ള അയോൺസും കൂടെ ഉണ്ട്. ഓർത്തിരിക്കുക. ഇവിടെ കറണ്ട് കടത്തിവിടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാഥോഡിൽ ഇത്തിരി ഓട്ടമത്സരം പോലെയാണ്. ആദ്യം ആര് വരുന്നോ അവർക്ക് ഇലക്ട്രോണെ കൊടുക്കും. ഇവിടെ കാഥോഡിന്റെ അടുത്തോട്ട് ഓടി വരുന്നത് H+, Na+, അതായത് പ്ലസ് ചാർജ് അളവ് കാഥോഡിലോട്ട് വരുന്നു. H+, Na+, കൂടെ ഓടി വരുമ്പോൾ നമുക്കറിയാം, നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്, H+ എന്ന് പറയുന്ന ഒരു ചെറുതാ, മെലിഞ്ഞ ആളെന്ന് ഓർത്താൽ മതി. മെലിഞ്ഞ ആള് ആദ്യം സോഡിയത്തിനേക്കാളും ആദ്യം ഓടി വരുന്നു. H+ ഓടി വരുന്നു, ഇലക്ട്രോണെ സ്വീകരിക്കുന്നു. അങ്ങനെ അവന് റിഡക്ഷൻ സംഭവിക്കുന്നുള്ള ഒരു ഓർമ്മ. എന്നാൽ അത് തന്നെ നമുക്ക് കെമിസ്ട്രിയിൽ പറയുകയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജന്റെ 0 ആണ്. നമ്മുടെ സോഡിയത്തിന്റെ -2.17 ആണ്. അങ്ങനെയാണെങ്കിൽ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളെയാണ് കാഥോഡ് ഫേവർ ചെയ്യുന്നത്. പെട്ടെന്ന് ഇലക്ട്രോൺ കൊടുക്കുന്നത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാണ്. ഹൈഡ്രജനും സോഡിയവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനാണ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. അതുകൊണ്ട് ഓടി ആദ്യം കാഥോഡിന്റെ അടുത്ത് വന്ന് ഇലക്ട്രോൺ വാങ്ങിക്കും? ഹൈഡ്രജൻ വാങ്ങിക്കും. ഇവിടെ പറയുകയാണ് അക്വസ് സോഡിയം ക്ലോറൈഡിനകത്ത് കാഥോഡിൽ വന്ന് ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജനാണ്, H2 ആണ്. ഓർത്തിരിക്കുക. ഇവിടുത്തെ ഇലക്ട്രോളിസിസ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും ഒക്കെയാണ്. ഇത് മറന്നു പോകാതിരിക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? സോഡിയം മെറ്റലും ക്ലോറിൻ ഗ്യാസും. എന്നാൽ അക്വസ് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്, ക്ലോറിൻ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്, അങ്ങനെ വ്യത്യസ്തപരമായ പ്രൊഡക്ട്സ് കിട്ടുന്നു. എന്താണ് കാരണം എന്ന് ചോദിക്കാം. നിങ്ങൾ ആ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിൽ പറയാം. ഹൈഡ്രജന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ആരെ അപേക്ഷിച്ച്? സോഡിയത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് അത് ഏറ്റവും ആദ്യം ചെല്ലുന്ന എവിടെയാണ്? കാഥോഡ് ഇലക്ട്രോണിൽ ചെന്ന് ഇലക്ട്രോണെ വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പമാകും ഇത് പഠിക്കാൻ. റിയാക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്
ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആനോഡിലുള്ളത് Cl മൈനസ് Cl2 Cl മൈനസ് Cl2 പ്ലസ് ഇലക്ട്രോൺ Cl മൈനസ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ ആയി മാറുന്നു. റിഡക്ഷൻ ഹാഫിനകത്ത് H2O H2 ആകുന്നു. H2O പ്ലസ് 2 ഇലക്ട്രോൺ H2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 2H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് H2 പ്ലസ് 2OH മൈനസ്. ഓവറോൾ റിയാക്ഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി. 2H2O പ്ലസ് 2 Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് H2 പ്ലസ് 2OH മൈനസ്. നമ്മുടെ മനസ്സിൽ വരേണ്ടത് കാഥോഡിനകത്ത് ആരാണ്? ഹൈഡ്രജൻ. അന്നേരം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അതിന്റെ ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യം നല്ലപോലെ പഠിക്കുക, മനസ്സിലാക്കുക. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതിന്റെ പ്രോബ്ലംസും ചോദിക്കാം. ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിനകത്തൊക്കെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.